ലാംഗ്വേജ് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് 18 മിനിറ്റ് ബാലൻസ് കിട്ടും. 1 മണിക്കൂറും 12 മിനിറ്റും കൊണ്ട് പരീക്ഷയുടെ കംപ്ലീറ്റ് ചോദ്യങ്ങളും എഴുതി കഴിയും. ബാക്കി 18 മിനിറ്റ് ഓർ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ ട്രിക്ക് ഉപയോഗിക്കുക എന്നറിയോ? 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 7 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ എത്രയാണോ മാർക്ക് അതിൻ്റെ ഡബിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ നിങ്ങൾ എന്തെടുക്കുക? 3 × 2 6 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ 3 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് 6 മിനിറ്റ്, രണ്ടാമത്തെ ചോദ്യത്തിന് 6 മിനിറ്റ്, അടുത്ത ചോദ്യത്തിനും 6 മിനിറ്റ്, ടോട്ടൽ 18 മിനിറ്റ് സമയം. ഇനി 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം ഉപയോഗിക്കാം. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ 40 മിനിറ്റ്, 7 മാർക്കിൻ്റേത് 14 മിനിറ്റ്. ഈ ഒരു സെക്ഷൻ മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂറും 12 മിനിറ്റ് മതി. അപ്പോൾ ബാലൻസ് ഉള്ള ഈ 4 മാർക്കോ, അതായത് 1 വേർഡ്, അത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ഉപയോഗിക്കുക. കൂൾ ഓഫ് ടൈമിൽ നല്ലൊരു സമയം 5 മിനിറ്റോളം ബാക്കി ഉണ്ടാകും. ആ സമയം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? 1 മാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി അതല്ലെങ്കിൽ അവസാനത്തെ ഈ 18 മിനിറ്റ് ഉപയോഗിക്കുക. സോ ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എക്സാം എളുപ്പമായിരുന്നു, സമയം കിട്ടിയിട്ടുണ്ട് എന്ന കമൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. നിങ്ങളത് പറഞ്ഞിരിക്കും. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ.